കാര്യം എന്ത് കാര്യം ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനത് എന്തിനപ്പോൾ അതിനൊക്കെ അറിയണം എന്നുള്ളത്. അതിന് വേറെ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പരിചയമുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം. കാരണം ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ഈ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ മാത്രമല്ല ഞാനത് കരയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്തതല്ല കേട്ടോ. ഞാനസും ആദ്യമൊന്നും കുറേ ദിവസങ്ങളായിട്ട് പറയണതാണ്. ഇപ്പോഴൊന്നല്ല കേട്ടോ, ഒരു 1 ഇയറിൻ്റെ മുകളിലായിട്ടുണ്ടാവും പറയണതാണ് ഒരു വീട്. നമ്മളിപ്പോൾ മീഷോയിലും ഓൺലൈൻ കടകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഒരു സാധനം. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ചു തുടങ്ങി. ഇംഗ്ലീഷുകാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരുടെയൊക്കെ വലിയ വലിയ വീടുകളിൽ അങ്ങനത്തെ ഇതൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനത്തത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് പറയുന്നതാണ്. അവരുടെ കളി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ വീടാക്കി കളിക്കുന്നത് കസാരകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് ഇരിക്കും, അല്ലെങ്കിൽ മേശയുടെ മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെറുപ്പം മുതൽ ഇവർ വീടുണ്ടാക്കി കളിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ വീട് മേടിച്ച് കൊടുക്കാനൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീട് നമ്മൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ 800 സംതിങ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അതും തന്നെ കുഞ്ഞ് വീടാണ് കേട്ടോ. അവർക്ക് രണ്ടാൾക്കൊന്നും കയറിയിരുന്ന് കളിക്കാൻ പറ്റില്ല, ഒരാൾക്ക് തന്നെ കയറിയിരുന്ന് കളിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് കണ്ടത്. അപ്പോൾ പിന്നെ അത് വിട്ടു. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. ഇത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി. അങ്ങനെ ഓർഡർ ചെയ്ത് ഇത് സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു വീടാന്നൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുള്ള കാരണം ഇവർ രണ്ടുപേരും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് അധികമാണ് കേട്ടോ അതുപോലെ വീട് വാങ്ങിച്ചു തരാൻ പറയണം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ കുറച്ച് ദിവസമായി തള്ളി നിൽക്കണം. അവസാനം എന്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ്, വാങ്ങിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് സങ്കടമായി. ഇത്ര ദിവസം പ്രതീക്ഷയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര വിഷമമായി. സാധനം ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അത് ഭയങ്കര സീനായി, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ പുറത്താണ് കേട്ടോ അവരുള്ളത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ളത്. വീടാന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം കണ്ടത് ആദ്യമാണ് കേട്ടോ. അത് ശരിക്കും സർപ്രൈസായി പോയി. എങ്കിൽ പോലും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കയറാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അതൊക്കെ തോന്നിയത്. പെട്ടെന്ന് തന്നെ ഞാനൊന്ന് കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ഞാൻ അത്രയും നേരം കരഞ്ഞത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവളെ കൊണ്ടുവന്ന് കാണിക്കാനാണല്ലോ ആദ്യം തോന്നിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞാനൊന്ന് കൊണ്ടുവന്ന് ശരിക്കും ഞാൻ സർപ്രൈസ് ആക്കാൻ വിചാരിച്ചത് ഞാനോനായിരുന്നു. കാരണം ഞാനാണ് അത്രയും നേരം അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കരഞ്ഞിരുന്നത്. പക്ഷേ സർപ്രൈസ് ആയത് ആദ്യമോനാണ് കേട്ടോ. ഞാനൊന്ന് സർപ്രൈസും ഉണ്ട് സന്തോഷമുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഫേസിൽ കാണുന്നില്ല. ഞാനൊന്നും എന്താ വെച്ചെങ്കിൽ ഇത്ര നേരം കരഞ്ഞത് ഇതിനാണല്ലോ, അല്ലെങ്കിൽ വെറുതെ കരഞ്ഞിട്ട് നാണം കിട്ടല്ലോ, അങ്ങനെ ഒരു ഇളിഞ്ഞ മട്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും അന്ന് ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണേ ഉണ്ടായിരുന്നില്ല. കളിയും ഫുഡ് കഴിച്ചത് വരെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പനിയാണ്. അപ്പോൾ ഈ ഒരു പനി കൂടുതലുണ്ടാക്കുന്നത് ഈ കൊതു അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അല്ലാതെ പകർച്ചപ്പനി മറ്റുള്ള പനി അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്നൊക്കെ ഒരു മോചനം എന്നുള്ള രീതിയിൽ നമുക്ക് കൊതു കടിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്കൊന്നും പുറത്ത് പോയിട്ട് കളിക്കാൻ പറ്റില്ല. ഒന്നാമത്തേത് നല്ല മഴയാണ്. ഇപ്പം മഴ ഇല്ലാത്ത സമയത്താണെങ്കിലും പുറത്തൊക്കെ ചളിയും വെള്ളവും ഒക്കെ ആയിട്ട് പുറത്തൊന്നും തീരെ പോയി കളിക്കാൻ പറ്റാത്തൊക്കെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുട്ടികൾ കൂടുതലും അകത്തായിരിക്കും കളി. ഇനിയിപ്പോൾ കളി എന്നല്ല കേട്ടോ, പഠിക്കാനാണെങ്കിലും ഉറങ്ങാനാണെങ്കിലും ഒക്കെയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ആക്കി നമ്മൾ ഈ ഒരു സിബ് ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കൊതു കടിക്കില്ല കേട്ടോ. ശരിക്കും പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ഈ വൈകുന്നേര സമയത്തൊക്കെ നല്ല കൊതുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇരിക്കുന്ന കുട്ടികൾ പഠിക്കാനിരിക്കുന്നതുമൊക്കെ ആ സമയത്ത് എഴുതാനോ പഠിക്കാനോ ഒന്നിനും പറ്റില്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല.
ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിക്കാനാണെങ്കിലും അവരുടെ കളിപ്പാട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കുമ്പോൾ കൊതുക് കടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കൊതുക് കടിക്കുമ്പോൾ പനിയുടെ മാത്രമല്ല കേട്ടോ, ചിലവർക്ക് ഈ കൊതുകിൻ്റെ ഒക്കെ അലർജി ഉണ്ടായിരിക്കും. അവിടെ ചെറുതായിട്ടാണെങ്കിലും തടിപ്പും പിന്നെ അവിടെ ചൊറിഞ്ഞ് അതിൽ പെട്ട ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചൊറിഞ്ഞ് അവിടെ മുറിയായി അങ്ങനെ ഒരു ഇൻഫെക്ഷൻ പോലെ അങ്ങനെ ഒരിത് വരും. അപ്പോൾ ഇങ്ങനെ ഇത് വാങ്ങിച്ചതിന് ശേഷം അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നതാണ് ചെറിയ സൈസാണെന്നും. പിന്നെ ബെഡിൽ നിന്ന് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത് അതവിടെ ശരിക്കും സെറ്റ് ആയിട്ടാണ് കേട്ടോ. ശരിക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡബിൾ കോട്ട് ബെഡിനുള്ള സൈസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവർ കളിക്കുന്നതുകൊണ്ടൊക്കെ അങ്ങോട്ട് നീങ്ങി വന്നതാണ്. ശരിക്കും നമ്മളതിൻ്റെ അടിയിലേക്ക് ബെഡിൻ്റെ അടിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊതുകിൻ്റെയൊക്കെ നല്ല ശല്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ വീടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിക്കാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കുട്ടികളെ പറ്റിച്ചിട്ടാണെങ്കിലും അവരുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇതുപോലെ കുഞ്ഞു രീതിയിലൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. അവർക്ക് കണ്ടാൽ തിരിച്ചറിയും അങ്ങനത്തെ വീടല്ല അതെന്നുള്ളത്, എങ്കിലും അവർക്ക് സന്തോഷമായിരിക്കും. കാരണം ഇതെങ്കിലും എന്നുള്ള രീതിയിലൊരു സന്തോഷം അവർ ആ വീടായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പം അവർക്ക് കയറിയിരുന്ന് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ വിചാരിച്ച പോലെ അതിനും ഒരു സിബും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ കയറിയിരിക്കാനൊക്കെ. അതൊക്കെ ഇതിനുണ്ടല്ലോ, നെറ്റാന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം കുട്ടികൾക്ക് സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.